പത്തനംതിട്ടയിൽ നീറ്റ് പരീക്ഷയിൽ ആൾമാറാട്ട ശ്രമമെന്ന സംശയം. തിരുവനന്തപുരം പാറശാല പരശുവയ്ക്കൽ സ്വദേശി വിദ്യാർത്ഥിയെ ചോദ്യം ചെയ്തു വരികയാണ്. പത്തനംതിട്ട തൈക്കാട് സ്കൂളിലെ പരീക്ഷാ ഹാളിലാണ് സംഭവം. വിവരങ്ങൾ നൽകാനായി CK അഭിലാൽ ചേരുന്നുണ്ട്. അഭിലാൽ, ഈ വിദ്യാർത്ഥിയെ ചോദ്യം ചെയ്തതിൽ നിന്ന് മനസ്സിലാകുന്ന കാര്യങ്ങൾ എന്താണ്? ഒരു ആൾമാറാട്ട ശ്രമമാണ് എന്നുള്ള സംശയത്തിലേക്ക് വരാനുള്ള ഒരു സാഹചര്യം? ഹാൾ ടിക്കറ്റിന്റെ പ്രധാന ഭാഗത്ത് നിലവിൽ കസ്റ്റഡിയിലുള്ള വിദ്യാർത്ഥിയുടെ പേര് തന്നെയായിരുന്നു. എന്നാൽ ഇതിൽ തന്നെ ഡിക്ലറേഷൻ ഭാഗത്ത് തിരുവനന്തപുരം സ്വദേശിയായ മറ്റൊരു വിദ്യാർത്ഥിയുടെ പേരാണ് അച്ചടിച്ചിരുന്നത്. ഇത് തുടർന്ന് ശ്രദ്ധയിൽ വന്നിരുന്നു. ഒരുപക്ഷെ അച്ചടിപ്പിച്ചതായിരിക്കാം എന്ന സംശയത്തിന്റെ അടിസ്ഥാനത്തിൽ വിദ്യാർത്ഥിയെ പരീക്ഷ എഴുതാൻ അനുവദിക്കുകയാണ് ഉണ്ടായത്. അതേസമയം തന്നെ പരീക്ഷയുടെ പ്രധാന നടത്തിപ്പ് ചുമതലയുണ്ടായത് ഡോക്ടർ മഹേഷ് എന്ന ആൾ ഈ വിവരം തിരുവനന്തപുരം ഓഫീസിൽ അറിയിക്കുകയും ഡിക്ലറേഷൻ ഭാഗത്ത് പരാമർശിക്കപ്പെട്ടിട്ടുള്ള അഭിരാം വിഭജിക എന്ന പേരിലുള്ള വിദ്യാർത്ഥി തിരുവനന്തപുരത്ത് മറ്റൊരു സെന്ററിൽ പരീക്ഷ എഴുതുന്നു എന്ന് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ഉച്ചയ്ക്ക് 3 മണിയോടെ, അതായത് പരീക്ഷ തുടങ്ങി 1 മണിക്കൂറിന് ശേഷം പത്തനംതിട്ടയിൽ പരീക്ഷയ്ക്ക് എത്തിയ വിദ്യാർത്ഥിയെ പരീക്ഷ എഴുതുന്നതിൽ നിന്നും നീക്കി നിർത്തുകയും വിവരം പോലീസിനെ അറിയിക്കുകയുമാണ് ഉണ്ടായത്. ശേഷം ഡോക്ടർ മഹേഷ് രേഖാമൂലം പത്തനംതിട്ട പോലീസ് സ്റ്റേഷനിൽ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ തിരുവനന്തപുരം പരശുവയ്ക്കൽ സ്വദേശിയായ വിദ്യാർത്ഥിയെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് വിശദമായി ചോദ്യം ചെയ്തു വരികയാണ്. ഏതെങ്കിലും തരത്തിൽ മാൽ പ്രാക്ടീസ് നടന്നിട്ടുണ്ടോ അതോ കേവല സംശയമാണോ എന്ന കാര്യത്തിലാണ് ഇനി വ്യക്തത വരാനുള്ളത്. തിരുവനന്തപുരത്ത് നിന്നും അമ്മയ്ക്കൊപ്പം പത്തനംതിട്ടയിലെത്തിയ വിദ്യാർത്ഥി ആദ്യം പത്തനംതിട്ട മർത്തോമ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് എത്തിച്ചേർന്നത്. എന്നാൽ ഇവിടം പരീക്ഷാ സെന്റർ അല്ല എന്ന് മനസ്സിലാക്കി പിന്നീട് ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് എത്തുകയായിരുന്നു. അതേസമയം കോന്നി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ നീറ്റ് പരീക്ഷയുടെ ഒരു സെന്റർ ആയിരുന്നു. അവിടെ എത്തിയ വിദ്യാർത്ഥികൾ ചിലരെ 2 മണിക്ക് ശേഷം മാത്രമാണ് ഹാളിൽ പ്രവേശിപ്പിക്കാൻ സാധിച്ചത് എന്നുള്ള പരാതികൾ ഉയർന്നിട്ടുണ്ട്. 3 മണിക്കൂർ സമയം കൊണ്ട് പല വിദ്യാർത്ഥികൾക്കും പരീക്ഷയിലെ മുഴുവൻ ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനായിട്ടില്ല എന്നുള്ള ആക്ഷേപം കൂടി ഉയർന്നു വരുന്നുണ്ട്. ശരി, CK അഭിലാലാണ് വിവരങ്ങൾ നൽകിയത്.